Hello all, welcome to Xylem IAS Mains Excel, the art of answer writing. കഴിഞ്ഞ സെഷനിൽ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം അതിൻ്റെ അനാലിസിസ് വീഡിയോ കാണുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. Recurring forest fires in ecologically sensitive zone raises questions about preventive forest management. Suggest measures to address this issue holistically. Recurring forest fires in ecologically sensitive zones raises questions about preventive forest management. Suggest measures to address this issue holistically. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഒരു ആൻസർ ഭയങ്കര നന്നാവുന്നത് അത് ക്വസ്റ്റിൻ്റെ എല്ലാ പാർട്ടിനെയും അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്. ക്വസ്റ്റിൻ്റെ എല്ലാ പാർട്ടിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം. പക്ഷേ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഏത് ഏരിയയിലാണ് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നത്, എത്ര മാർക്കുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻസ് എത്രയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എത്രത്തോളം ഏതൊക്കെ ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിക്കറിങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് റേസസ് ക്വസ്റ്റ്യൻ അബൌട്ട് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിക്കറിങ് ഫോറസ്റ്റ് ഫയേഴ്സിനെ പറ്റി നമുക്കറിയാം. ഒരു ചോദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയാം, ആ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയാം എന്ന് കാണിക്കാനായിരിക്കണം. ഇപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ആ ചോദ്യം വന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. ഇപ്പം നമുക്കറിയാത്ത എന്തെങ്കിലും ടേംസോ കാര്യങ്ങളോ ഒക്കെ ചോദ്യത്തിലുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അത് ഡിഫൈൻ ചെയ്ത് അത് അറിയാമെന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയേഴ്സ്. ഇത് ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണെങ്കിൽ നമുക്ക് ഈ അടുത്തായിട്ട് വന്ന ഫോറസ്റ്റ് ഫയേഴ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പടം വരച്ച്, ഇന്ത്യയുടെ ഒരു മാപ്പ് വരച്ച് ഈ അടുത്തായിട്ട് നടന്ന ഫോറസ്റ്റ് ഫയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഈ അടുത്തായിട്ടുണ്ടായ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിലെ ഫോറസ്റ്റ് ഫയേഴ്സ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ഉള്ള ഡൗട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. ഇറ്റ് റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സൂചനകളാണ് തരുന്നതെന്നാണ് ഈ ചോദ്യത്തിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്. പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് മര്യാദയ്ക്ക് പോകുന്നില്ല എന്നാണ് ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിലെ ഫോറസ്റ്റ് ഫയേഴ്സ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സജസ്റ്റ് മെഷേഴ്സ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ ഹോളിസ്റ്റിക്കലി. അപ്പം ക്വസ്റ്റ്യൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഈ പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ ഹോളിസ്റ്റിക്കായിട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ വരുമ്പം നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ടൊരു ആൻസർ എഴുതണം എന്നുണ്ടെങ്കിൽ ഇൻട്രോയിൽ നമ്മൾ ഫോറസ്റ്റ് ഫയേഴ്സിനെ പറ്റി, എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിൽ ഫോറസ്റ്റ് ഫയേഴ്സിനെ പറ്റി പറയണം, പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പറയണം, എന്നിട്ട് വേണം ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസിനെ പറ്റി പറയണം, എന്നിട്ട് വേണം നമ്മൾ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസിലെ ഫോറസ്റ്റ് ഫയേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു പടം വരച്ച് ഈ അടുത്ത എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിൽ എവിടേക്കാണ് ഇങ്ങനത്തെ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടായതെന്ന് പറയുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ റീസൺസ് ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കാം. 10 മാർക്ക് ആയതുകൊണ്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയണം. കാരണം ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെഷേഴ്സ്, സൊല്യൂഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് കോർ ഇഷ്യൂസ് എന്നുള്ളതിനെ പറ്റി മെൻഷൻ ചെയ്യണം. എങ്കിലും മാത്രമേ ആൻസറിന് ഒരു കണ്ടിന്യൂറ്റി വരത്തുള്ളൂ, ഒരു ഫ്ലോ വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വളരെ മെക്കാനിക്കലായി പോകും. എപ്പോഴും നമ്മൾ ഏറ്റവും റിവാർഡ് ചെയ്യുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്രഹെൻസീവായിട്ട് എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്ത് നല്ലൊരു നാച്ചുറൽ ഫ്ലോ ഉള്ള ആൻസേഴ്സിനായിരിക്കും മാർക്ക് കിട്ടുക. അപ്പം ഇവിടെ നമ്മൾ ഇഷ്യൂ എന്താണെന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറയണം. പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ എന്താണെന്ന് പറയണം. അതിനുശേഷമാണ് നമ്മൾ സൊല്യൂഷൻ മെഷേഴ്സിലേക്ക് പോകേണ്ടത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നല്ലൊരു ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ജേർണലിസ്റ്റിക്കായിട്ട് ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ് വെച്ച് ഈ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഉത്തരങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് കോമൺ സെൻസിക്കലായിട്ട് മൾട്ടി ഡയമെൻഷനിലായിട്ട് ചിന്തിച്ച് പോയിന്റുകൾ എഴുതുക. ആ പോയിന്റുകളെ നമ്മൾ ഫാക്ട്സ് വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഉത്തരത്തിലേക്ക് പോവാം. ഇൻട്രോ പാർട്ട്. Recurring forest fires in ecologically sensitive zones like Uttarakhand and Himachal Pradesh highlight systemic weakness in preventive forest management. These fires not only threaten diversity and livelihood but also undermine India's climate and INDC commitment. ഇപ്പം ഞാൻ ആദ്യ സെഷനിൽ പറഞ്ഞതുപോലെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആൻസർ കീ അല്ല. പകരം സൈലത്തിൽ തന്നെ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുള്ള ടോപ്പേഴ്സ് ആ ടൈം ലിമിറ്റിൽ എഴുതിയിട്ടുള്ള ആൻസേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. GSൽ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളവരുടെ നമ്മുടെ എക്സാം സ്റ്റിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ എഴുതിയിട്ടുള്ള ആൻസേഴ്സാണ് ഞാനിവിടെ മോഡൽ ആൻസറായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിൽ റീസെൻ്റ് ആയിട്ട് നടന്ന എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിലെ ഫയേഴ്സിനെ പറ്റി ഈ ആൻസർ എഴുതിയ ആൾക്ക് വലിയൊരു ധാരണയില്ല. പക്ഷേ എങ്കിൽ പോലും ഡാമേജ് ഉണ്ടാവാതെ അതിനെ മാനേജ് ചെയ്യുന്നതാണ് ശരിക്കും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും, ഈ ഉത്തരാഖണ്ഡ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ഫോറസ്റ്റ് ഫയേഴ്സും ഉണ്ടാകുന്ന ഒരു ഏരിയ ഉത്തരാഖണ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും പുള്ളി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഏരിയ അറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഈ സ്ഥലങ്ങളിൽ ഒരുപാട് ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകുന്നുണ്ട്, എക്കോ സെൻസിറ്റീവ് സോൺസുകൾ ഉണ്ടായിരിക്കാം എന്ന് അസ്യൂം ചെയ്തിട്ട് എഴുതുന്നതാണ്. അപ്പം ഈ അടുത്തായിട്ട് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഉണ്ടായ ഫോറസ്റ്റ് ഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള ഒരു ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആവശ്യമാണ് കാണിക്കുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ വീക്ക്നെസ് ആയിട്ടാണ് കാണിക്കുന്നത്. ദീസ് ഫയേഴ്സ് നോട്ട് ഓൺലി ത്രെട്ടൺ ഡൈവേഴ്സിറ്റി ആൻഡ് ലൈവ്ലിഹുഡ് ബട്ട് ഓൾസോ അണ്ടർമൈൻ ഇന്ത്യസ് ക്ലൈമറ്റ് ആൻഡ് INDC കമ്മിറ്റ്മെൻറ്റ്. കഴിഞ്ഞ സെഷനിൽ പറയുന്ന പോലെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാമെന്ന് കാണിക്കുക, നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്ന് കാണിക്കുകയാണ്. മാക്സിമം കീവേഡുകളും ഫാക്ട്സും ആക്ച്വലി വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷനാണ്. അതാണ് ഈ ചെയ്യുന്നതും. ഇന്ത്യയുടെ ക്ലൈമറ്റ് കമ്മിറ്റ്മെൻറ്റ്സിനെ പറ്റിയും INDC ടാർഗറ്റിനെ പറ്റിയും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശിലെ സോൺസിനെ പറ്റിയും പറയുന്നത് അത് ആക്ച്വലി ആ പ്രിപ്പയർഡ്നെസ്സിനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കീവേഡ്സ് നമ്മൾ കോണ്ടെക്സ്ച്വലി ആഡ് ചെയ്യുന്നതാണ്. കീ റീസൺസ് ഫോർ ഫോറസ്റ്റ് ഫയേഴ്സ്, ഇത് അങ്ങനെ വെക്കണം നിർബന്ധമില്ല. പക്ഷേ എഗെയിൻ വളരെ ഒബ്വിയസ് ആയിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ഏരിയാസിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയാസിനെ എന്താ പറയുക, ഇംപ്ലിസിറ്റ് ആയിട്ട് ഉള്ള ആസ്പെക്റ്റിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഗീവ്സ് എൻ എക്സ്ട്രാ എഡ്ജ്. അങ്ങനെ വെക്കുന്നതാണ് ഈ കീ റീസൺസ് ഫോർ ഫോറസ്റ്റ് ഫയേഴ്സ്. ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല, സമയമില്ലെങ്കിൽ എഴുതണ്ട, പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പ്രൊലോങ്ഡ് ഡ്രൈ സ്പെൽസ് ആൻഡ് റൈസിംഗ് ടെമ്പറേച്ചർ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് സ്ലാഷ് ആൻഡ് ബേണിംഗ് ആൻഡ് ഡെലിബറേറ്റ് ലാൻഡ് ക്ലിയറിംഗ്, monoculture plantations increase flammable litter, example pine forest in Uttarakhand, absence of responsible tourism leading to campfires, careless disposals, etc. ഇലാബറേറ്റ് ആയിട്ടൊന്നും എഴുതുന്നില്ല, വളരെ സ്പെസിഫിക് ആയിട്ട് ആ സബ് ഹെഡിങ് റീസൺസ് ഫോർ ഫോറസ്റ്റ് ഫയേഴ്സ് എന്ന് പറയുന്ന ആ സബ് ഹെഡിങ്ങിന് വേണ്ട കീവേഡുകൾ മാത്രമാണ് വെച്ച് പോകുന്നത്. ആബ്സെൻസ് ഓഫ് റെസ്പോൺസിബിൾ ടൂറിസം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ക്യാമ്പ് ഫയേഴ്സ്, കെയർലെസ് ഡിസ്പോസൽസ്. വായിക്കുന്ന ആൾക്ക് ആ ഫുൾ പിക്ചർ മനസ്സിലാവുന്നുണ്ട്, അത്രയും വെച്ചാൽ മതി. നമ്മൾ വളരെ പ്രിസൈസ് ആയിരിക്കണം, കീവേഡുകൾ മാത്രം എംഫസൈസ് ചെയ്യുക, ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. മോണോകൾച്ചർ പ്ലാന്റേഷൻ നിങ്ങൾക്ക് അറിയാം, റെസ്പോൺസിബിൾ ആയിട്ട് ടൂറിസ്റ്റുകൾ പെരുമാറാത്തത് നിങ്ങൾക്ക് അറിയാം. വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റുകൾ കയ്യിലുള്ള ഫാക്ട്സ് വെച്ച് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, മാക്സിമം കീവേഡുകൾ കൊണ്ടുവരിക. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ സബ് ഹെഡിങ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഹൗ ഫോറസ്റ്റ് ഫയേഴ്സ് റേസസ് ക്വസ്റ്റ്യൻ അബൌട്ട് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഫയേഴ്സ് പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഡ്രൈ റീജിയനിൽ നമുക്ക് ഫോറസ്റ്റ് ഫയേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡ്രൈ റീജിയൻ എന്ന് പറയുന്നത് ദേ ആർ വൾണറബിൾ ടു ഫോറസ്റ്റ് ഫയേഴ്സ്. അപ്പോൾ പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആണെങ്കിൽ ഇതേപോലുള്ള വൾണറബിൾ ഏരിയാസിലാണ് ശരിക്കും നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റേണ്ടത്. പക്ഷെ അത് പറ്റുന്നില്ല. ഇറ്റ് റേസസ് ഡൗട്ട് അബൌട്ട് ദ പ്രിവെൻറ്റീവ് ആസ്പെക്ട് ഓഫ് അവർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്.
ലാക്ക് ഓഫ് ഏർലി വാർണിംഗ് സിസ്റ്റം, ഗ്യാപ്പ് ഇൻ ടൈംലി ഡിറ്റക്ഷൻ, ടൈംലി ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലാക്ക് ഓഫ് സോണേഷൻ ആൻഡ് ഫോറസ്റ്റ് ഹസാർഡ് മാപ്പിംഗ്, വീക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ലോസ്. അപ്പം ഈ എക്കോ സെൻസിറ്റീവ് സോൺസിൽ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒരുപാട് ഡെഫിസിറ്റുകൾ ഉള്ളതുകൊണ്ടാണ്. സോണേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ ഇഷ്യൂസ് വരുന്നത്. എഗെയിൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ്ങും മാൻ പവറും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊന്നുമില്ല. ഈ ഇഷ്യൂസ് മൂലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ബീങ് ഡ്രോൺ ഇൻ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെയാണ് ഇഷ്യൂസ്, അത് നമ്മൾ പറഞ്ഞു. ഇനി മെയിൻ പാർട്ട് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഈ ഫസ്റ്റ് പാർട്ട് എന്തുകൊണ്ടാണ് ഇഷ്യൂസ്, എന്താണ് ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന പാർട്ട് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് മീനിങ് ഫുൾ ആവുന്നത്. ഹോളിസ്റ്റിക് മെഷേഴ്സ് ടു അഡ്രസ് ദ ഫോറസ്റ്റ് ഫയേഴ്സ്. എഗെയിൻ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സൊല്യൂഷൻ സ്പെസിഫിക് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊഹറൻസ് ആൻസറിന് വരില്ല. കാരണം ഇഷ്യൂസിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രമേ സൊല്യൂഷൻസ് ഫോളോ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എക്സാം ഹോളിൽ പെട്ടെന്നിരുന്ന് നമ്മൾ എന്താ പറയുക, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ വരത്തില്ല. ആ ചോദ്യം വായിച്ചതിന് ശേഷമുള്ള ഈ ഒരു ടോപ്പറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിങ്കിങ് പ്രോസസ്സാണ് ആൻസറിൽ റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. ഹോളിസ്റ്റിക് മെഷേഴ്സ് ടു അഡ്രസ് ഫോറസ്റ്റ് ഫയേഴ്സ്. എഗെയിൻ വളരെ സിമ്പിളായിട്ടുള്ള കോമൺ സെൻസിക്കലായിട്ടുള്ള പോയിൻറ്റ്സ്, സബ്സ്റ്റാൻഷ്യേറ്റ് ഇറ്റ് വിത്ത് ഫാക്ട്സ്, കീവേഡ്സ്, എനിത്തിങ് യു നോ. എന്തൊക്കെയാണ് സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ്? സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഫോറസ്റ്റ് ഫയർ മിറ്റിഗേഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് നമുക്കിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്? ആക്ഷണബിൾ ആയിട്ടുള്ള പ്ലാൻസ് വേണം. അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക സിറ്റിസൺസും ടൂറിസ്റ്റിലും. റെസ്പോൺസിബിൾ ടൂറിസം ക്യാമ്പയിനുകൾ. എൻഹാൻസ്ഡ് ട്രെയിനിങ് എക്യുപ്മെൻറ്റ് സപ്പോർട്ട്സ് ഫോർ ഫോറസ്റ്റ് പേഴ്സണൽ. വളരെ ഫ്രുഗൈലായിട്ടുള്ള ടെക്നോളജികളും ട്രെയിനിങ്ങും എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ എക്യുപ്ഡ് ആക്കുക ഫോറസ്റ്റ് സ്റ്റാഫുകളെ. എക്സാമ്പിൾ ബാംബൂ ബക്കറ്റുകൾ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബാംബൂ ബക്കറ്റുകൾ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അഡ്രസ് ദ ഫയർ ട്രയാങ്കിൾ, ഓക്സിജൻ, ഡ്രൈ മാറ്റർ, ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറും ഡ്രൈ മാറ്ററും ഓക്സിജനും കൂടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ 3 കോമ്പണൻറ്റിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ബെസ്റ്റ് പ്രാക്ടീസസ് കൊണ്ടുവരിക. കേസ് സ്റ്റഡി, അട്രി ഫൗണ്ടേഷൻ റെഡ്യൂസിങ് വൈൽഡ് ഫയർ ഇൻ വയനാട് റീജിയൻ ഇൻവോൾവിങ് ട്രൈബ്സ്. വയനാട്ടിൽ എഫക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അട്രി ഫൗണ്ടേഷൻ ട്രൈബൽസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോറസ്റ്റ് ഫയേഴ്സ് കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള ഒരു മെഷർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പിൾ കേസ് സ്റ്റഡി ആയിട്ടത് വെച്ചിട്ടുണ്ട്. കൺക്ലൂഷൻ, സ്ട്രെങ്തനിങ് ഫോറസ്റ്റ് ഗവർണൻസ് ഈസ് വൈറ്റൽ ടു പ്രൊട്ടക്ട് എക്കോസിസ്റ്റംസ്, സപ്പോർട്ട് കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻഷുർ ഇന്ത്യാസ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഫോറസ്റ്റ് ഗവർണൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇറ്റ്സ് വൈറ്റൽ ടു പ്രൊട്ടക്ട് എക്കോസിസ്റ്റംസ്, പ്രൊട്ടക്ട് കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻഹാൻസ് ഇന്ത്യാസ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. കുഴപ്പമില്ലാത്തൊരു കൺക്ലൂഷനാണിത്, ഒരു ആവറേജ് കൺക്ലൂഷനാണ്. ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ വാല്യൂ ലോഡഡ് ആയിട്ടുള്ള കീവേഡ്സ് റിച്ച് ആയിട്ടുള്ള ഫാക്ട്സ് ഇൻവോൾവ് ആയിട്ടൊരു കൺക്ലൂഷനാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഇടുന്നതിന് മുമ്പ് കാണുന്നൊരു ഏരിയയാണ്. വേണമെങ്കിൽ നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് പ്ലാൻ മെൻഷൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഫ് 33% അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഗവർണൻസ് സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ കീവേഡുകളും ഫാക്ട്സും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസർ വളരെ മികച്ചതാവും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പം ഇതിൻ്റെ അകത്ത് പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഇതൊരു ഐഡിയൽ ആൻസർ അല്ല, ഇതൊരു പ്രാക്ടിക്കൽ ആൻസറാണ്. ഒരു 420, 430 മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ആ ഹോളിൽ പോയിരുന്ന് എഴുതുന്ന ഒരു ആൻസറാണ് ഇത് മതി. ഹാൻഡ് റൈറ്റിംഗ് വിട്ടേക്ക്. ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ആൻസേഴ്സ് ഞാൻ എടുത്തിട്ട് അത് ഇവിടെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടി മോഡൽ കോപ്പീസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിത് റീറൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ കണ്ടൻറ്റ് അത് ഒരു മാറ്റവും ഇല്ല. എക്സാമ്പിൾസ്, പോയിൻറ്റുകൾ അതെല്ലാം ആ
എക്സാം പ്രഷറിൽ ഇരുന്ന് എഴുതിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആൻസേഴ്സിനെ റിഫൈൻ ചെയ്യുക. സോ സി യു നെക്സ്റ്റ് ടൈം.